വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. നമുക്കറിയാം നമ്മുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവാത്തത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം, അതായത് നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും പഠിച്ച അതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഒരു ചാപ്റ്ററാണ് മോഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ ഒരു കൺവേർഷൻ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമുക്കറിയാം, ഇപ്പം നമ്മളോട് ഒരു ലെങ്ത് അളക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും എന്തുണ്ടാവും, ഒരു സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിൽ വെച്ചിട്ട് അത് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അളക്കും. പക്ഷെ പണ്ട് കാലത്ത്, അതായത് ഈ മീറ്റർ സ്കെയിലൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് ആദ്യകാലത്ത് നമ്മളിങ്ങനെ ആ ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അതൊക്കെ എന്താണ്, സ്റ്റാൻഡേർഡ് വാല്യൂ ഒന്നും ആയിരിക്കില്ല നമുക്ക് തരുന്നത്. കാരണം അത് ആ അളക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അതിങ്ങനെ മാറി മാറി വരും. പക്ഷെ നമ്മൾ അതേ സമയം നമ്മുടെ മീറ്റർ സ്കെയിൽ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്, നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് യൂണിറ്റും. നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഡിപ്പെൻഡ്സ് ഓൺ അതിൻ്റെ സറൗണ്ടിങ്സ്, അതുപോലെ തന്നെ അത് എടുക്കുന്നയാൾ, അതിനെയൊക്കെ വെച്ച് അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗില്ലി ദണ്ഡ, കുട്ടിയും കോലും, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ലെങ്ത് അളക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അത്യാവശ്യം നീളമുള്ള ഒരു കോലും ഉണ്ടാവും, ഒരു ചെറിയ നീളം കുറഞ്ഞ ഒരു കുട്ടി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഗില്ലി ദണ്ഡ എന്ന് പറയുന്നത്, കുട്ടിയും കോലും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ഡെസ്കോ അല്ലെങ്കിൽ ഒരു ബെഞ്ചോ ഒക്കെ നമ്മൾ അളക്കുവാണ്. അപ്പം നമ്മൾ ആ ഒരു കുട്ടിയും കോലും അതിൻ്റെ നീളത്തിനനുസരിച്ച്, അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മുടെ വാല്യൂ ഇങ്ങനെ മാറി മാറി വരും. ഇനി അടുത്തത് ഹാൻഡ് സ്പാൻ. ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൈയുടെ ഈ പറയുന്ന നമ്മുടെ തമ്പും അതുപോലെ തന്നെ 4 ഫിംഗറും തമ്മിലുള്ള ആ ഒരു ലെങ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഈ ഒരു പെൻസിൻ്റെ അളവ് എങ്ങനെ എടുക്കുക, ഇതാ ഇവിടുന്ന് നമ്മൾ തമ്പ് വെച്ചു, പിന്നെ ഇതാ ഇവിടുന്ന് നമ്മുടെ 4 ഫിംഗർ വെച്ചു. അപ്പം ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അളന്നളന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ലെങ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു നീളമൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. പക്ഷേ അതും എന്താണ്, ഡിപ്പെൻസ് ആണ്, ഓരോ പേഴ്സൻ്റെ ആ ഒരു കൈയിൻ്റെ ആ ഒരു നീളമൊക്കെ വെച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി അടുത്ത എന്താണ്, ഫൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലില്ലേ, കാലെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു കാല് വെച്ചു, പിന്നീട് അടുത്ത കാല് വെച്ചു, പിന്നെ ഒരു കാല് വെച്ചു, അടുത്ത കാല് വെച്ചു, അങ്ങനെ അളന്നു പോകുന്നതിനാണ് നമ്മൾ ഫൂട്ട് വെച്ചിട്ട് നമ്മൾ ലെങ്ത് അളക്കുക എന്ന് പറയുന്നത്. പിന്നെയുള്ള പരിപാടിയാണ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഷ്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ലെങ്ത് എങ്കിൽ, ഇതിൻ്റെയാണ് ലെങ്ത് നമ്മൾ അളക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മുഷ്ടി വെക്കുന്നു, എന്നിട്ട് ആ മുഷ്ടി വെച്ച ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെയാണ് ഇത് അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് നമ്മൾ അടുത്ത മുഷ്ടി വെക്കുന്നു. അങ്ങനെ നമ്മൾ എത്ര മുഷ്ടിയായി എന്നാണ് നമ്മൾ ഫിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് എൽബോ ടു ടിപ്പ് ഓഫ് ദി ഫിംഗർ. ഇതാണ് നമ്മുടെ എൽബോ, ഇതാണ് നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ, അതായത് ഇപ്പം ഇവിടെ ഒരു ഇത് തന്നെ എടുക്കാം, ഇതൊരു പെൻസിൽ അത്യാവശ്യം നീളം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ അളക്കുന്നു, എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മുടെ കൈയിൻ്റെ ഭാഗം വന്നത് എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ അടുത്ത എൽബോ വെച്ചിട്ട് ഇങ്ങനെ അളക്കുന്നു. ഇങ്ങനെ അളന്നാണ് പോകുന്നത്. പക്ഷേ ഇതൊക്കെ എന്തായിരുന്നു, ഇതൊന്നും സ്റ്റാൻഡേർഡ് വാല്യൂസ് അല്ല. ഇനി നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ മീറ്റർ സ്കെയിലൊക്കെ നോക്കുവാണെങ്കിൽ അത് ആരളന്നാലും എവിടെ വെച്ച് അളന്നാലും നമുക്കൊരു എക്സാക്റ്റ് വാല്യൂ കിട്ടത്തില്ലേ. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മെഷർമെൻറ്റിനെ നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റും സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന സിസ്റ്റം, അതായത് സിസ്റ്റം ഓഫ് യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് CGS എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അതായത് C എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, G എന്ന് പറഞ്ഞാൽ ഗ്രാം, S എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. ഇതാണ് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. അടുത്ത എന്താണ്, MKS, അതായത് M എന്ന് പറഞ്ഞാൽ മീറ്റർ, K എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, S എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, MKS. ഇതാണ് നമ്മൾ ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, FPS, അതായത് F എന്ന് പറഞ്ഞാൽ ഫുട്ട്, P എന്ന് പറഞ്ഞാൽ പൗണ്ട്, S എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. ഈ ഒരു സിസ്റ്റത്തിൽ ഈ CGS അതുപോലെ തന്നെ MKS അതുപോലെ തന്നെ FPS
അങ്ങനെ നമ്മൾ 3 ലെറ്റർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വാല്യൂ നോക്കുന്ന സമയത്ത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് എവിടെ പോയാലും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്ന അത്തരം ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അത്തരം സിസ്റ്റം ഓഫ് യൂണിറ്റിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ പ്രധാനമായിട്ടും 7 യൂണിറ്റാണ് ഉള്ളത്. അതിൽ ആദ്യം കാണുന്ന ആ ഒരു ടൈം, ലെങ്ത്, മാസം, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ CGS അല്ലെങ്കിൽ MKS അല്ലെങ്കിൽ FPS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സെൻറ്റിമീറ്റർ, മീറ്റർ, ഫൂട്ട് എന്നൊക്കെ പറഞ്ഞ് എന്താണ്, അത് ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. അതുപോലെ തന്നെ ഗ്രാം, കിലോഗ്രാം, പൗണ്ട്, അതൊക്കെ എന്താണ്, മാസിൻ്റെ യൂണിറ്റാണ്. ഇനി സെക്കൻഡ് അതെന്താണ്, ടൈമിൻ്റെ യൂണിറ്റാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ SI യൂണിറ്റിലെ പ്രധാനപ്പെട്ട 3 യൂണിറ്റാണ് നമ്മുടെ ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ CGS, MKS, FPS എന്നൊക്കെ നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, SI യൂണിറ്റിൻ്റെ കേസായിരുന്നു. ഇതിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും 3 എണ്ണമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന SI യൂണിറ്റിൻ്റെ ആ ഒരു സിസ്റ്റമാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത MKS. അതായത് M എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മീറ്റർ, K എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കിലോഗ്രാം, S എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സെക്കൻഡ്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞു ലെങ്ത്തിൽ SI യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, നമ്മുടെ മീറ്ററാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കിലോഗ്രാം ആണ്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി SI യൂണിറ്റ് ഓഫ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച 3 എണ്ണത്തിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്? MKS സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇത്രയും 7 എണ്ണത്തിൽ എല്ലാം ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ 3 എണ്ണമാണ്. അതായത് നമ്മുടെ ലെങ്ത്ത്, അതായത് നമ്മുടെ ടൈം, അതായത് നമ്മുടെ മാസം. ഇനി നമുക്ക് ആ ഒരു കൺവേർഷൻ ഒന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെ മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത്തിൻ്റെ ബേസിൽ നമുക്ക് പഠിച്ച് തുടങ്ങാം അല്ലേ. ലെങ്ത്ത് എടുക്കുവാണെങ്കിൽ സ്കെയിൽ എടുക്കാം, നോർമൽ ഒരു സ്കെയിൽ എടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? ഇതാണ്ട് ഇവിടെ 0 തൊട്ടിട്ട് 9 വരെയാണ്. ഇവിടെ നമുക്കറിയാം ആദ്യത്തെ 10 ചെറിയ വര കഴിയുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഒരു സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടം വരെ 1 സെൻറ്റിമീറ്റർ, അടുത്ത 10 വരെയും കൂടി കഴിയുമ്പോഴേക്കും എന്താണ്? 20 ചെറിയ വരയായി. അപ്പോൾ എത്രയായി? 2 സെൻറ്റിമീറ്റർ അല്ലേ. അടുത്തതും കൂടി 10 വരെയും കൂടി കഴിയുമ്പോഴേക്കും എന്തായി? അത് 3 സെൻറ്റിമീറ്ററായി. അങ്ങനെ നോക്കുമ്പം ഈ ഒരു സ്കെയിലിൻ്റെ എത്ര ലെങ്ത് ഉണ്ട് എന്ന് ചോദിക്കുവാണെങ്കിൽ ടോട്ടൽ എത്ര സെൻറ്റിമീറ്ററായി? 9 സെൻറ്റിമീറ്ററായി. എത്രയാണ്? 9 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഇതൊരു സ്കെയിലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അല്ലേ. ഇതേ ഒരു സ്കെയിൽ തന്നെ കുറേ നീളമുള്ള സ്കെയിൽ മക്കൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ചെറിയ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 സെൻറ്റിമീറ്ററാണ്. അതും കഴിഞ്ഞിട്ട് 100 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ മക്കൾ കണ്ടിട്ടുണ്ടാകും. അത്യാവശ്യം നല്ല നീളമാണ്. അതിന് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും. എന്താണ്? മീറ്റർ സ്കെയിൽ എന്നാണ് പറയുന്നത്. എന്തായിരിക്കും അത് മീറ്റർ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? യെസ്, അവിടെ 100 സെൻറ്റിമീറ്ററാണ്. 100 സെൻറ്റിമീറ്റർ വാല്യൂ നമുക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് 0 തുടങ്ങി ഇവിടുന്ന് 100 വരെ എത്തി. അപ്പോൾ ടോട്ടൽ ഇവിടെ 100 സെൻറ്റിമീറ്റർ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മീറ്റർ സ്കെയിൽ. അതായത് മക്കളെ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാലാണ് 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇത് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ സെൻറ്റിമീറ്റർ ആ ഒരു ബേസിലേക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ 0 തൊട്ടിട്ട് യെസ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ സ്കെയിൽ വെച്ചു. അത് നമ്മൾ ചെറിയ റീഡിംഗ് ഒക്കെ നോക്കുവാണേ. യെസ്, ഇങ്ങനെ പോയി. ഓക്കെ, ഇവിടെ എന്താ വരിക? 0, ഇവിടെ 1. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് ഇതിൻ്റെ ഗ്യാപ്പ്? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 ചെറിയ വരകൾ കൂടിയിട്ടാണ് നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ വര എന്ന് പറയുന്നത് മില്ലിമീറ്റർ റീഡിംഗ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും 10
ചെറിയ വര എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മില്ലിമീറ്റർ ആണ്. ഈ 10 മില്ലിമീറ്റർ ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? 1 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് കിട്ടി. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ് എന്നും കൂടി നമുക്ക് ക്ലിയർ ആയി എന്ന് മിസ് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അപ്പം നമ്മുടെ സ്കെയിലിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെയാണ്? ഒന്ന്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ് എന്ന് ഓർത്തിരിക്കാം. ഇനി ഈ പറയുന്ന നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മില്ലിമീറ്റർ ആ ഒരു റീഡിങ്ങിൽ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റിമീറ്റർ ആ ഒരു റീഡിങ്ങിൽ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും. ഇനി മീറ്റർ ആ ഒരു റീഡിങ്ങിൽ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും. അതും കഴിഞ്ഞിട്ട് അതിനേക്കാളും നീളത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് അളക്കണമെങ്കിലോ കിലോമീറ്റർ ആ ഒരു യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് കിലോമീറ്റർ? അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഈ 1 കിലോ എന്ന് പറയുമ്പം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വരേണ്ടത്, അതായത് 1 കിലോ എന്ന് മക്കളുടെ മനസ്സിലേക്ക് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ 1000 അല്ലെങ്കിൽ 1000 എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000 മീറ്റർ ആയിരിക്കും. അത് നമ്മൾ ലെങ്ത്തിൻ്റെ കേസിലാണ്. ഇനി അതേസമയം നമ്മുടെ മാസിൻ്റെ കേസിലോ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000 ഗ്രാം ആയിരിക്കും. അപ്പോൾ 1 കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1000 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. പിന്നെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MKS സിസ്റ്റം, ദാറ്റ് ഈസ് ദ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന SI സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കൺവേർഷൻ എന്ന് പറയുന്നതും ഇതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ഒരു യൂണിറ്റ് ആണ് എന്ന് ഓർത്താൽ മതി. നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പലതും പഠിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കുറച്ച് യൂണിറ്റാണ് നമ്മൾ SI യൂണിറ്റ് എന്ന പേരിൽ നമ്മൾ ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായി എന്ന് മിസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.